നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ ഉത്രം, മുക്കാല, അത്തം, ചിത്തിര, അര, കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെയും സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനായിട്ട് വരും. അപ്പോൾ മോശഫലങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല. കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ 12-ലും ജന്മത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. 17-ാം തീയതി വരെ 12-ലാണ്, അതിനുശേഷം ജന്മത്തിലേക്ക് വരും. 12-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നത്. 17-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ ദേഹപീഠകൾ വന്നു ചേരുക, ശരീരത്തിന് പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക. ഈ സുഖക്കുറവ് ഉള്ളപ്പോൾ തന്നെ അലച്ചിലുണ്ടാവുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വരിക. ധനപരമായിട്ടും അത്ര അനുകൂലമല്ല. വിചാരിക്കാതെ തന്നെ ധനത്തിനും ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ചൊവ്വ 10-ലാണ് നിൽക്കുന്നത്. 10-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പല വിധത്തിൽ ദ്രവ്യലാഭം വന്നു ചേരുക, തൊഴിലെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. അതേപോലെ തന്നെ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായി വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ബുധൻ 3 സ്ഥാനത്തായിട്ടാണ് നിൽക്കുന്നത്. കന്നിക്കൂറുകാർക്ക് 11-ലും 12-ലും ജന്മത്തിലുമായിട്ടാണ് നിൽക്കുന്നത്. 5-ാം തീയതി വരെ 11-ലാണ്, 23-ാം തീയതി വരെ 12-ലേക്ക് വരും. അതിനുശേഷം 25-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരും. 5-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് മാത്രമേ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ. 12-ലേക്ക് വരുമ്പോഴും ജന്മത്തിലേക്ക് വരുമ്പോഴും ബുധനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 5-ാം തീയതി വരെ ബുധൻ 11-ൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും കാര്യവിജയം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ മനസന്തോഷം വന്നു ചേരുക, സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും 5-ാം തീയതി വരെ ഉള്ളൂട്ടോ ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക, ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 5-ാം തീയതി വരെ ബുധൻ 11-ൽ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 23-ാം തീയതി വരെ 12-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 23-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുക. 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും ഫലത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ജന്മത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ബുധനെ കൊണ്ടും ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിലെത്തി പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഈ 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ വ്യാഴം നിൽക്കുന്നത് ഈ ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക. ഭാഗ്യസ്ഥാനമാണ് 9. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക, കുടുംബ സുഖം അനുഭവിക്കാനിട വരിക. 11-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ ബുധനെ കൊണ്ട് പറഞ്ഞതുപോലെയുള്ള നല്ല ഫലമാണ് വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ. കുടുംബ സുഖം അനുഭവിക്കാനിട വരിക, സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക, പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ടിരിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഫലം സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കാനിട വരിക.
അതായത് നമ്മളുടെ സന്താനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ജോലി ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവിനെ നമ്മളുടെ ഗ്രഹസ്ഥിതി കൊണ്ട് അവർക്ക് വന്നു ചേരുക, കാര്യസിദ്ധി വന്നു ചേരുക, ഏത് കാര്യങ്ങൾക്കും സാമർഥ്യമൊക്കെ വന്നു ചേരുക, എല്ലാം ഗംഭീരമായിട്ടുള്ള ഫലമാണ് വ്യാഴം 9-ൽ നിന്ന് കഴിഞ്ഞാൽ. 19-ാം തീയതി വരെ ജന്മത്തിലാണ് ശുക്രൻ, അതിനുശേഷം 2-ലേക്ക് വരും. ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിൽ നിൽക്കുമ്പോൾ ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രമിക്കുക. 19-ാം തീയതിക്ക് ശേഷം ശുക്രൻ 2-ലേക്ക് വരുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക. അപ്പൊ ശുക്രനെ കൊണ്ടും വളരെ നല്ല ഫലമാണ്, വ്യാഴത്തെ കൊണ്ടും നല്ല ഫലമാണ്. ശനിയും 6-ലാണ് നിൽക്കുന്നത്, 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. ശത്രുക്കളുടെ ഉപദ്രവമൊന്നും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗശാന്തി വന്നു ചേരുക, രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കുമൊക്കെ ശമനം വന്നു ചേരുന്നൊരു നല്ല കാലയളവിനെയാണ് 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. എന്തായാലും കന്നിക്കൂറുകാർക്ക് വ്യാഴവും ശനിയും ഒക്കെ വളരെ നല്ല സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധേന ദുരിതങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 1872 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.